പശ്ചിമേഷ്യ സംഘർഷഭരിതം. ആകാശത്ത് തീമഴ പെയ്യിച്ച് ഇറാൻ ഇസ്രയേൽ പോരുമുറുകുന്നു. ഇറാൻ തലസ്ഥാനത്ത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 60 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. 200 ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചെന്ന് ഇറാൻ. രൂക്ഷമായ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പുമായി വീണ്ടും നെതന്യാഹു. ഉത്തരാഖണ്ഡിൽ തീർത്ഥാടകരുമായി പോയ ഹെലികോപ്റ്റർ തകർന്നു വീണു. 6 പേർക്കായി തെരച്ചിൽ. അപകടം ഗൗരി കുണ്ടിന് സമീപം. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കി കേന്ദ്ര സർക്കാർ. 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും. മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധന തുടരുന്നു. നിലമ്പൂരിൽ പശ്ചിമേഷ്യൻ സംഘർഷം ചർച്ചയാക്കി മുന്നണികൾ. ഈ തെരഞ്ഞെടുപ്പിലെ വിഷയം ഇസ്രായേൽ ഇറാനിൽ ആക്രമിച്ചാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലസ്തീൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അദ്ദേഹം വെറുതെ ഭയപ്പെടുകയാണ്. ഏത് കാര്യവും തെരഞ്ഞെടുപ്പിലെ വോട്ടും ബന്ധപ്പെടുത്തി കാണുന്ന രീതി ഞങ്ങൾക്കില്ല. നിർഭാഗ്യവശാൽ അവർക്കങ്ങനെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അവർ ഭയപ്പെടുകയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നവുമില്ല. നിലമ്പൂർ വിധി എഴുതാൻ ഇനി 4 ദിവസം. ഇന്ന് താരപ്രചാരണം. മുഖ്യമന്ത്രിയെ കൂടാതെ പ്രിയങ്ക ഗാന്ധിയും യൂസഫ് പഠാനും മണ്ഡലത്തിൽ. പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കും.